ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് Zeitgeistലെ ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ് എന്ന് പറയുന്ന എസ്സേയുടെ എക്സ്പ്ലനേഷനാണ്. ഇത് എഴുതിയിട്ടുള്ളത് പേളസ് ബർഗാണ്. ഈ എസ്സേ എന്ന് പറയുന്നത് ഒരു ഓബിച്വറിയാണ്, അതായത് ചരമ വാർത്തയാണ്. ഈ പേളസ് ബർഗ് എന്ന് പറയുന്നത് അമേരിക്കൻ നോവലിസ്റ്റാണ്. അവരുടെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ഈസ്റ്റ് വിൻഡ് വെസ്റ്റ് വിൻഡ് 1930 അത് എഴുതിയിട്ടുള്ളത്. അവരുടെ സെക്കൻഡ് നോവലായിട്ടുള്ള ദ ഗുഡ് എർത്ത് എന്ന് പറയുന്ന നോവലിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1932. ഇനി നമുക്ക് ഈ ഒരു എസ്സേയിലേക്ക് നോക്കാം. ഗാന്ധി ഇസ് ഡെഡ്. ഹിസ് ashes are scattered in the waters and over the earth of India. The indomitable frame, the fearless spirit, the long years, the high purpose all were end so easily. It was over over one instant, the shot of a gun, and only silence is left, silence and handful of ashes. It is no wonder that the ignorant, the stupid, the inventors of atom bombs, the generals, the captains, the surgeons, the little soldiers are the lovers of violence. All that they fear, all that they hate, all who rebel against them can be so easily ended. The moment of a figure upon a trigger, upon a button, a flash, a blast, and all that remain are silence and ashes. Today 1,000,000 can be killed as easily as 1,000, 1,000 as easily as 1. ഇത് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫാണ്. ഓക്കെ, ഒന്ന് നമുക്ക് മീനിങ് നോക്കാം. ഗാന്ധി ഈസ് ഡെഡ്. ഗാന്ധി എന്താണ്, മരിച്ചു. ഹിസ് ആഷസ് ആർ സ്കാറ്റേർഡ് ഇൻ ദ വാട്ടർ. അദ്ദേഹത്തിൻ്റെ ചാരം എന്താണ്, വെള്ളത്തിൽ ചിതറിക്കിടക്കുകയാണ്. അതേപോലെ തന്നെ ഓവർ ദി എർത്ത് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭൂമിക്ക് മുകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ ആഷസ് ചിതറിക്കിടക്കുകയാണ്. ദ ഇൻഡോമിറ്റബിൾ ഫ്രെയിം. ഇൻഡോമിറ്റബിൾ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ടു ഡിഫീറ്റ്, അതായത് കീഴടക്കാൻ സാധിക്കാത്ത. ദ ഫിയർലെസ് സ്പിരിറ്റ്, ഫിയർലെസ് ആയിട്ടുള്ള ആത്മാവ്. ദ ലോങ് ഇയേഴ്സ്, ദ ഹൈ പേർപ്പസ്, നീണ്ട കാലത്തെ എന്താണ്, നീണ്ട വർഷത്തെ ഉയർന്ന ഉദ്ദേശങ്ങൾ. ഇതൊക്കെ എന്താണ്, ഓൾ വർ എൻഡഡ് സോ ഈസിലി, എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഇറ്റ് വാസ് ഓവർ ഇൻ വൺ ഇൻസ്റ്റൻറ്റ്, ഒറ്റ നിമിഷത്തിൽ അതെല്ലാം എന്താണ്, ഇല്ലാതാവുകയാണ് ചെയ്തിട്ടുള്ളത്. ദ ഷോട്ട് ഓഫ് എ ഗൺ ആൻഡ് ഓൺലി സൈലൻസ് ഇസ് ലെഫ്റ്റ്. എന്താണ്, ഗൺ ഷൂട്ട് ചെയ്തപ്പം സൈലൻസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സൈലൻസ് ആൻഡ് എ ഹാൻഡ് ഫുൾ ഓഫ് ആഷസ്. സൈലൻസും ഒരു കൈ നിറയെ എന്താണ്, ആഷസ്. ആഷസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ചാരം. ഇത് രണ്ടുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് ഈസ് നോ വണ്ടർ ദാറ്റ് ദ ഇഗ്നോറൻറ്റ്, ദ സ്റ്റുപ്പിഡ്. ഇഗ്നോറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്ത, നോളജ്ലെസ് ആയിട്ടുള്ള ആളുകൾ. സ്റ്റുപ്പിഡ്. The inventors of atom bombs, the generals, the captains, the surgeons, the little soldiers are the lovers of violence. വയലൻസിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആരൊക്കെ, ഈ അറിവില്ലാത്ത, ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, സ്റ്റുപ്പിഡായിട്ടുള്ള ആൾക്കാർ, ഈ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, ജനറൽസ് അതായത് മിലിറ്ററി ഒഫീഷ്യൽസ്, ക്യാപ്റ്റൻസ്, സർജൻസ് അതായത് ഈ പോലീസുകാർ, ലിറ്റിൽ സോൾജിയേഴ്സ്, ഇവരൊക്കെ വയലൻസിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഓൾ ദാറ്റ് ദേ ഫിയർ, ഓൾ ദാറ്റ് ദേ ഹെയ്റ്റ്, ഓൾ ഹൂ റിബൽ അഗെയിൻസ്റ്റ് ദം ക്യാൻ ബി സോ ഈസിലി എൻഡഡ്. അവർക്ക് പേടിയുള്ളവരെ, അവർക്ക് ഇഷ്ടമില്ലാത്തവരെ, അവർക്ക് എഗെയിൻസ്റ്റായിട്ട് റിബൽ ചെയ്യുന്ന, വാർ ചെയ്യുന്നവരൊക്കെ അവർക്ക് ഇങ്ങനെ ഒരു ഒറ്റ ഗൺ ഷോട്ടിലൂടെ അവർക്ക് എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് പറ്റും. The movement of a finger upon a trigger, upon a button, a flash, a blast, and all that remain are silence and ashes. അതെന്താ, ഈ ട്രിഗർ എന്ന് പറയുന്നത് ആ ഒരു ഗണ്ണിൻ്റെ ഒരു കാഞ്ചിക്കാണ് ട്രിഗർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വിരൽ വെച്ച് വലിക്കുമ്പം എന്താണ്, ഒരു ഫ്ലാഷ് വരും, പിന്നെ ബ്ലാസ്റ്റ് ഉണ്ടാവും, അതിന് ശേഷം സൈലൻസും ആഷസും മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. ടുഡേ 1,000,000 can be killed as easily as 1,000. 1,000
as easily as one. ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്നത് പോലെ മില്യൺസ് ഓഫ് ആൾക്കാരെ കൊല്ലാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരാളെ കൊല്ലുന്ന അതേപോലെ 1000 ആൾക്കാരെ കൊല്ലാനായിട്ട് ഈ വയലൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റും ഈ ഒരു കാലഘട്ടത്തിൽ. അതാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവാം. Gandhi was only one. His voice was single, always gentle, always reasoning. It was the voice of consciousness in our turbulent life. He was right. He knew he was right. We all knew he was right. The man who killed him knew he was right. However long the foils of the violent continue, they but prove that Gandhi was right. Non-violence is the only common sense for human beings. We die so easily. Our bodies are soft and unprotected. The brain, the heart, the soul are preciously locked. We cannot wait for peace to be made, for argument to be settled, for the careless summons of selfish men to subside. Before that settlement comes, life is over. All that cost, Gandhi said, we must confuse to use violence, resist to the very end. He said, but without violence. Gandhi was only one. ഗാന്ധി എന്ന് പറയുന്നത് ഒരാളാണ്. ഹിസ് വോയിസ് വാസ് സിംഗിൾ. ഒറ്റ ആളുടെ സിംഗിൾ വോയിസ് ആണ്. ഓൾവേസ് ജെൻറ്റൽ ആൻഡ് ഓൾവേസ് റീസണിങ്. അതായത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായവാദങ്ങളുണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ വോയിസ് ഓഫ് കൺസൈൻസ് ഇൻ അവർ ടർബുലൻറ്റ് ലൈഫ്. കൺസൈൻസ് എന്ന് പറയുന്നത് മനസാക്ഷി, ടർബുലൻ്റ് എന്ന് പറയുമ്പം കൺഫ്യൂസ്ഡ്. ഹി വാസ് റൈറ്റ്. ഹി ന്യൂ ഹി വാസ് റൈറ്റ്. അദ്ദേഹം എന്തായിരുന്നു? ശരിയായിരുന്നു. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ശരിയാണെന്ന്. വി ഓൾ നോ ഹി വാസ് റൈറ്റ്. നമുക്കും അറിയാമായിരുന്നു അദ്ദേഹം ശരിയാണ് എന്നുള്ളത്. ദ മാൻ ഹൂ കിൽ ഹിം ന്യൂ ഹി വാസ് റൈറ്റ്. അദ്ദേഹത്തിന് കൊന്ന ആൾക്കും അറിയാമായിരുന്നു അദ്ദേഹം ശരിയായിട്ടുള്ളതായിരുന്നു എന്ന്. ഹൗ എവർ ലോങ് ദ ഫോളീസ് ഓഫ് ദി വയലൻറ്റ് കണ്ടിന്യൂ, ദേ ബട്ട് പ്രൂവ് ദാറ്റ് ഗാന്ധി വാസ് റൈറ്റ്. ഫോളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂളിഷ്നെസ്. അവരും ആ ഒരു വയലൻസ് കണ്ടിന്യൂ ചെയ്യും, പക്ഷെ അവരും പ്രൂവ് ചെയ്യും ഗാന്ധിയും റൈറ്റ് ആയിരുന്നു എന്നുള്ളത്. നോൺ വയലൻസ് ഇസ് ദ ഓൺലി കോമൺ സെൻസ് ഫോർ ഹ്യൂമൻ ബീങ്സിന് ഈ നോൺ വയലൻസ് എന്ന് പറയുന്നതൊരു കോമൺ സെൻസ് പോലെയാണ്. വി ഡൈ സോ ഈസിലി. നമ്മൾ പെട്ടെന്ന് മരിക്കും. അവർ ബോഡീസ് ആർ സോഫ്റ്റ് ആൻഡ് അൺപ്രൊട്ടക്റ്റഡ്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, അൺപ്രൊട്ടക്റ്റഡ് ആണ്. ദ ബ്രെയിൻ, ദ ഹേർട്ട്, ദ സോൾ ആർ പെരിലസ്ലി ലോഡ്ജ്ഡ്. ഈ പെരിലസ്ലി ലോഡ്ജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുക എന്നുള്ളതാണ്. ഈ ഹേർട്ട്, ബ്രെയിന്, സോള് ഇതൊക്കെ അപകടകരമായിട്ടുള്ള രീതിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണെന്നാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ലൈൻ, വി കനോട്ട് വെയിറ്റ് ഫോർ പീസ് ടു ബി മെയ്ഡ്, ഫോർ ആർഗ്യുമെൻറ്റ്സ് ടു ബി സെറ്റിൽഡ്, ഫോർ ദ ക്യൂറൽസംനെസ് ഓഫ് സെൽഫിഷ് മാൻ ടു സബ്സൈഡ്. അതായത് പീസ് ഉണ്ടാവാനും സെറ്റിൽഡ് ആവാൻ വേണ്ടി ആർഗ്യുമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സ്വാർത്ഥനായിട്ടുള്ള മനുഷ്യരുടെ വഴക്ക് ശമിപ്പിക്കാനായിട്ടൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ബിഫോർ ദാറ്റ് സെറ്റിൽമെൻറ്റ്സ് കംസ് ലൈഫ് ഇസ് ഓവർ. അങ്ങനെ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ സെറ്റിൽമെൻറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഓവറാവും, അത് തീർന്നു പോവും. അറ്റ് ഓൾ കോസ്റ്റ്സ് Gandhi said, we must refuse to use violence, resist to the very end. He said, but without violence. എന്ത് വില കൊടുത്തിട്ടും ഗാന്ധി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി മസ്റ്റ് റെഫ്യൂസ് ടു യൂസ് വയലൻസ്. നമ്മൾ വയലൻസിനെ ഉപയോഗിക്കുന്നത് റെഫ്യൂസ് ചെയ്യണം, നിർത്തണം. റെസിസ്റ്റ് ടു ദ വെരി എൻഡ്. ഹി സെഡ് ബട്ട് വിത്തൗട്ട് വയലൻസ്. അവസാനം വരെ നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതും അദ്ദേഹം പറയുന്നത് വയലൻസ് ഉപയോഗിക്കാണ്ടാണ്. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്.
ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. To a world confusing violence with power, these words seems too simple to be true. Yet truth is always simple. Men win confusions and entanglements because they are afraid of simple truth, but truth is not changed. It is still simple. It is more fundamental than the atom itself. Meaning നോക്കാം. To a world confusing violence with power, this word seems too simple to be truth. അതായത് ഈ ഒരു അധികാരത്തോട് കൂടിയിട്ടുള്ള ഒരു ആക്രമം വേൾഡിനെ കൺഫ്യൂസ് ചെയ്യാണ്. ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രൂത്താണ് എന്നാണ് പറയുന്നത്. യെറ്റ് ട്രൂത്ത് ഈസ് ഓൾവേസ് സിമ്പിൾ. ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സിമ്പിളാണ്. മെൻ വിൻ കൺഫ്യൂഷൻസ് ആൻഡ് എൻടാങ്കിൾമെൻറ്റ്സ് ബിക്കോസ് ദേ ആർ എഫ്രൈഡ് ഓഫ് സിമ്പിൾ ട്രൂത്ത്. മനുഷ്യർ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവരെന്താണ്? എൻടാങ്കിൾഡ്, അതായത് കൂടിക്കിടക്കുക, കുരുങ്ങി കിടക്കുകയാണ്. ബിക്കോസ് അവർ ഈ ഒരു സിമ്പിൾ ട്രൂത്തിനെ പേടിക്കുന്നുണ്ട്, എഫ്രൈഡ് ആവുന്നുണ്ട്. ബട്ട് ട്രൂത്ത് ഈസ് നോട്ട് ചേഞ്ച്ഡ്. അപ്പോഴും ട്രൂത്ത് എന്താണ്? മാറുന്നില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ സിമ്പിൾ. അതപ്പോഴും എന്താണ്? സിമ്പിളാണ്. ഇറ്റ് ഈസ് മോർ ഫണ്ടമെൻ്റൽ ദാൻ ദി ആറ്റം ഇറ്റ് സെൽഫ്. ആറ്റത്തിനേക്കാളും എന്താണ്? ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളതാണ് ഈ സിമ്പിളായിട്ടുള്ള ട്രൂത്ത് എന്ന് പറയുന്നത്. അതാണ് തേർഡ് പാരഗ്രാഫിൽ പറയുന്നത്. ഫോർത്ത് പാരഗ്രാഫിലേക്ക് പോവാം. കൺസിഡർ ദ യങ് ഹിന്ദു ഹു സിറ്റ്സ് ഇൻ ദ പ്രസൻറ്റ് ടുഡേ, സോ heavily guarded because he killed Gandhi. He is to die or to live. If we are to take Gandhi literally, and I think he meant always to be taken literally, that men should not die by violence even as punishment for a crime. മീനിങ് നോക്കാം. കൺസിഡർ ദ യങ് ഹിന്ദു ഹൂ സിറ്റ്സ് ഇൻ ദ പ്രസൻറ്റ് ടുഡേ. ഗാന്ധിയെ കൊന്നിട്ടുള്ള ആൾ പ്രസൻറ്റിലിരിക്കുകയാണ് ഇപ്പം. സോ ഹെവിലി ഗാർഡഡ് ബിക്കോസ് ഹി കിൽ ഗാന്ധി. ഗാന്ധിയെ കൊന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ ഗാർഡ്സിനൊക്കെ വെച്ചിട്ടുണ്ട്. ഈസ് ഹി ടു ഡൈ ഓർ ടു ലീവ്. അദ്ദേഹം മരിക്കണോ അല്ലെങ്കിൽ ജീവിക്കണോ? ഇഫ് വി ആർ ടു take Gandhi literally, and I think he meant always to be taken literally. അഥവാ നമ്മൾ ഗാന്ധിനെ ലിറ്ററലി, അതായത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഈ പേളസ്ബർഗ് ചിന്തിക്കുന്നത് എന്താണ്? അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗാന്ധിനെ കൊന്ന ആളെയും എടുക്കണം എന്നുള്ളതാണ്. ദാറ്റ് മാൻ ഷുഡ് നോട്ട് ഡൈ ബൈ വയലൻസ്. ആ ആളും എന്താണ്? വയലൻസോട് കൂടി മരിക്കേണ്ട കാര്യമില്ല. ഈവൻ ആസ് പണിഷ്മെൻറ്റ് ഫോർ എ ക്രൈം. ആ ഒരു ക്രൈമിനുള്ള പണിഷ്മെൻറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. സപ്പോസ് ഫാന്റാസ്റ്റിക്കലി ദാറ്റ് ഹി ഷുഡ് ബി റിലീസ്ഡ്. ഗാന്ധി വാസ് ഓഫ്റ്റൻ ഇൻ പ്രിസൺ ആൻഡ് പെർഹാപ്സ് ഹി വുഡ് നോട്ട് വാണ്ട് ഹിസ് മർഡറർ കൺഫൈൻഡ്. അഥവാ ഈ ഒരു ഫാന്റാസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ വിചിത്രമായിട്ട് ആ ഒരു ആൾ റിലീസ് ആവാം. ഗാന്ധിജി പോലും എന്താണ്? പ്രസൻറ്റിൽ കിടന്നിട്ടുണ്ടാവും. പെർഹാപ്സ് ഒരുപക്ഷെ ഗാന്ധിജിക്ക് പോലും അദ്ദേഹത്തിൻ്റെ മർഡറർ, അദ്ദേഹത്തിനെ കൊന്ന ആൾ തടവിലാകാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. കൺഫൈൻഡ് എന്ന് പറഞ്ഞ് തടവിലാക്കാൻ. സപ്പോസ് absurdly that the assassin went free. അയാൾ ഫ്രീ ആയിട്ട് പോയേക്കാം. വാട്ട് വുഡ് ബി ഹിസ് ലൈഫ്? അയാളുടെ ലൈഫ് എങ്ങനെയായിരിക്കും? കുഡ് ഹി എസ്കേപ്പ് വാട്ട് ഹാസ് ഡൺ? അയാൾ ചെയ്ത ആ ഒരു കാര്യത്തിൽ നിന്ന് അയാൾ എസ്കേപ്പ് ആവുമോ? ഐ തിങ്ക് നെവർ. അദ്ദേഹം എന്താണ്? അങ്ങനെ വിചാരിക്കുന്നില്ല. വെനെവർ ഹി വെൻറ്റ് എമംഗ് ഹിസ് ഓൺ പീപ്പിൾ നൺ വുഡ് റിസീവ് ഹിം. അദ്ദേഹത്തിന് ആ ഒരു കൊന്ന അയാളുടെ ആളുകളുടെ അടുത്ത് പോയാൽ പോലും അവരെ സ്വീകരിക്കും എന്ന് തോന്നുന്നില്ല. He could not hide, for he would be watched for and dreaded.
അയാൾക്ക് എന്താണ് ഹൈഡ് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് എല്ലാം കാണാൻ പറ്റാം, അയാൾക്ക് എല്ലാത്തിനോടും ഭയമായിരിക്കും. നൺ വുഡ് വാണ്ട് ടു ടച്ച് ഹിസ് ഹാൻഡ്, ആർക്കും എന്താണ് അയാളുടെ കൈ പിടിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. ദ ഹാൻഡ് ദാറ്റ് കിൽഡ് ഗാന്ധി, ഗാന്ധിനെ കൊന്ന ആ ഒരു കൈ ആരും പിടിക്കില്ല. വുമൻ വുഡ് ഫിയർ ഹിം, സ്ത്രീകൾ അവനെ പേടിക്കും. ചിൽഡ്രൻ വുഡ് ബി taught to despise him, ഡിസ്പൈസ് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യാനായിട്ട് അവർ പഠിക്കും ചിൽഡ്രൻസ്. where could he find home and friends, എവിടെ അയാൾ വീടും ഫ്രണ്ട്സിനെയും കണ്ടുപിടിക്കും. there would be no place for him upon earth, ഭൂമിയിൽ അയാൾക്ക് ഒരു സ്ഥലത്തും സ്ഥലം ഉണ്ടായിരിക്കില്ല. he would be outcasted, അയാൾ ഒറ്റപ്പെട്ടു പോകും. he would be haunted by Gandhi's own spirit, ഗാന്ധിയുടെ സ്പിരിറ്റ് തന്നെ അയാളെ ഹോണ്ട് ചെയ്യാം. the spirit of Gandhi in other man working for his freedom and his safety would be his destruction or his regeneration. For this man has a conscience, or he would not have killed Gandhi. The utter goodness of Gandhi's spirit working upon human conscience drives men to destroy themselves from despair or to be born again. ഗാന്ധിയുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ അതൊരു മറ്റൊരു മനുഷ്യരിലേക്ക് വന്നിട്ട് അവരുടെ ഫ്രീഡത്തിന് വേണ്ടി വർക്ക് ചെയ്യും. ആൻഡ് ഹിസ് സേഫ്റ്റി, അയാളുടെ സേഫ്റ്റി ആയിരിക്കും അയാളുടെ ഡിസ്ട്രക്ഷൻ, നാശം എന്ന് പറയാം, അല്ലെങ്കിൽ ഹിസ് റീജനറേഷൻ, അയാളുടെ പുനർജന്മം എന്ന് പറയുന്നത്. For this man has a conscience, or he would not have killed Gandhi. അയാൾക്കൊരു മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഗാന്ധിയെ കൊല്ലില്ലായിരുന്നു. The utter goodness of Gandhi's spirit working upon the human conscience, ഗാന്ധിയുടെ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു ഗുഡ്നെസ് എന്ന് പറയുന്നത്, ആ സ്പിരിറ്റിൻ്റെ ഗുഡ്നെസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന് മനസാക്ഷി കൊടുക്കുക, അയാളുടെ മനസാക്ഷി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ഡ്രൈവ്സ് മെൻ ടു ഡിസ്ട്രോയ് ദംസെൽസ് ഫ്രം ഡിസ്പയർ, മനുഷ്യരിലെ നിരാശ അവനെ കൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യിക്കുക. ഓർ ടു ബി ബോൺ അഗെയിൻ, അല്ലെങ്കിൽ വീണ്ടും ജനിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് 4th പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് 5th പാരഗ്രാഫാണ് നോക്കാം. The world longs for goodness, the people search for righteousness. There is no war, no bomb so powerful as the force of a great good spirit. India will live and become great in our world only as her people use this priceless force, the force of non-violence, which the life of Gandhi exemplified for them. In that personal example was Gandhi's secret. He did what he told others to do. When people saw that he was true, they believed in him. Gandhi has done his part. It now remains for the people of India to take upon themselves his word, leadership for non-violence. മീനിങ് നോക്കാം. വേൾഡ് ഡിസയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഗുഡ്നെസ്സിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദ പീപ്പിൾ സെർച്ച് ഫോർ റൈറ്റ്യസ്നെസ്, നീതിക്ക് വേണ്ടി ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് നോ വെപ്പൺ, ഒരു വെപ്പണില്ല. നോ ബോംബില്ല. സോ പവർഫുൾ, എന്നാൽ പവർഫുൾ ആണ്. ആസ് ദ ഫോഴ്സ് ഓഫ് എ ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ്, ഒരു ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റിൻ്റെ ഫോഴ്സ് ഉണ്ട്, അത് പവർഫുൾ ആണ്. ഇന്ത്യ വിൽ ലീവ് ആൻഡ് ബിക്കം ഗ്രേറ്റ് ഇൻ അവർ വേൾഡ്. ഇന്ത്യ നല്ലപോലെ ജീവിക്കും. ആൻഡ് ബിക്കം ഗ്രേറ്റ് ഇൻ അവർ വേൾഡ്, വേൾഡിൽ ഏറ്റവും ഗ്രേറ്റ് ആയിട്ട് നിൽക്കും. ഓൺലി ആസ് ഹർ പീപ്പിൾ യൂസ് ദിസ് പ്രൈസ്ലെസ് ഫോഴ്സ്, ഓൺലി ഈ ഒരു ഗുഡ് സ്പിരിറ്റിനെ യൂസ് ചെയ്ത്, ആ ഒരു പ്രൈസ്ലെസ് ഫോഴ്സിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഗ്രേറ്റ് വേൾഡിൽ ഏറ്റവും ഗ്രേറ്റ് ആയിരിക്കും. ഇൻ ദാറ്റ് പേഴ്സണൽ എക്സാമ്പിൾ വാസ് ഗാന്ധിസ് സീക്രട്ട്, ആ ഒരു പേഴ്സണൽ എക്സാമ്പിളാണ് ഗാന്ധിയുടെ സീക്രട്ട് എന്ന് പറയുന്നത്. ഹി ഡിഡ് വാട്ട് ഹി ടോൾഡ് ടു അതേഴ്സ് ടു ഡു, മറ്റുള്ളവരോട് ചെയ്യാൻ അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വെൻ പീപ്പിൾ സോ ദാറ്റ് ദിസ് വാസ് ട്രൂ,
ആളുകളത് കണ്ടപ്പോൾ എന്താണ് ട്രൂ ആണെന്ന് മനസ്സിലായി. ദേ ബിലീവ്ഡ് ഇൻ ഹിം. അങ്ങനെ അവർ എന്താണ് ഗാന്ധിയെ വിശ്വസിച്ചു. ഗാന്ധി ഹാസ് ഡൺ ഹിസ് പാർട്ട്. ഗാന്ധി എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് നൗ റിമെയിൻസ് ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു ടേക്ക് അപ്പോൺ ദംസെൽവ്സ് ഹിസ് വേൾഡ് ലീഡർഷിപ്പ് ഫോർ നോൺ വയലൻസ്. ഇനി നമ്മളാണ് ചെയ്യേണ്ടത്. ഇനി ഇന്ത്യയിലെ ആളുകളാണ് നോൺ വയലൻസിന് വേണ്ടിയിട്ട് നിൽക്കേണ്ടത്. നമ്മുടെ വേൾഡിൻ്റെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് നിൽക്കേണ്ടത്. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. Indeed, it is the only way in which India can fulfill the promise of his greatness. Of violence the world is sick. By hatred and quarrels we are suffocated and poisoned. The herds of the people turn away from the noise of militariades and warmongers. We long for the peacemakers. No war brings peace, for violence only brings more violence. Oh, India, dare be worthy of your Gandhi. ആ ഒരു വഴി ഏതാണ്? നോൺ വയലൻസ് എന്ന് പറയുന്ന ആ ഒരു വഴിയിലൂടെ ഇന്ത്യക്ക് അതിൻ്റെ ആ ഒരു പ്രോമിസ് എന്തായിരുന്നു? ആ ഒരു ഇന്ത്യയുടെ ആ ഒരു ഗ്രേറ്റ്നെസ്സിന് വേണ്ടി പ്രോമിസ് ചെയ്തത് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും നോൺ വയലൻസ് യൂസ് ചെയ്തിട്ട്. ഓഫ് വയലൻസ് ദ വേൾഡ് ഇസ് സിക്ക്. വയലൻസ് കാരണം എന്താണ്? വേൾഡ് സിക്കാണ്. ബൈ ഹാട്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക. ആൻഡ് ക്യൂറൽസ് എന്ന് പറഞ്ഞാൽ വഴക്ക്. വി ആർ സഫേറ്റഡ് ആൻഡ് പോയ്സൺഡ്. സഫേറ്റഡ് എന്ന് പറഞ്ഞാൽ മടുക്കുക എന്നുള്ളതാണ്. ആ ഒരു പക എന്താണ് പക പിന്നെ വഴക്ക് ഇതൊക്കെ ആയിട്ട് നമ്മളെന്താണ് മടുത്ത് പോയി. പോയ്സൺഡ് ആയിരിക്കാം നമ്മളെ വേൾഡ്. The herds of the peoples turn away from the noise of militariades and warmongers. അതായത് ഈ യുദ്ധപ്രചാരകന്മാരെയാണ് പറയുന്നത്. ഇവരെ കൊണ്ട് എന്താണ്? ഇവരെയൊക്കെ എടുത്തു നിന്ന് ആളുകൾ അവരുടെ ഹേർട്ട് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. വി ലോങ് ഫോർ ദ പീസ് മേക്കേഴ്സ്. നമ്മൾ പീസ് മേക്കേഴ്സിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, ഡിസ്പയർ ചെയ്യുന്നത്. നോ വാർ ബ്രിങ്സ് പീസ്. ഒരു വാറും എന്താണ് പീസ് നമുക്ക് തരുന്നില്ല. ഫോർ വയലൻസ് ഓൺലി ബ്രിങ് മോർ വയലൻസ്. വയലൻസിലൂടെ നമുക്ക് കൂടുതൽ വയലൻസ് മാത്രമാണ് തരുന്നത്. ഓ ഇന്ത്യ, ഡെയർ ബി വർത്തി ഓഫ് യുവർ ഗാന്ധി. പൗലോസ്ബർഗ് പറയാണ് ഇന്ത്യൻസിനോട്, ഈ ഒരു ഗാന്ധി എന്ന് പറയുന്ന നിങ്ങളുടെ ഗാന്ധി എന്താണ്? വർത്തി ആയിട്ടുള്ള ആളാണ്, യോഗ്യനായിട്ടുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് എന്താണ് ധൈര്യത്തോടു കൂടി പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എസ്സേ എൻഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. According to Paul Asberg, dash is the only common sense of human beings. Non-violence ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Men wind confusion and entanglement because they are afraid of dash. They are afraid of simple truth. What is more powerful than bombs and weapons? Non-violence is more powerful than weapons. Okay. Why did the people believe in Gandhi? Gandhiയെ people എന്തുകൊണ്ട് ബിലീവ് ചെയ്യുന്നു? Because he did what he told others to do. When people saw that this was true, they believed in him. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ആളുകൾക്ക് എന്താണ്? അദ്ദേഹം ട്രൂ ആണ് എന്ന ട്രൂത്ത് ആയിട്ടുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ബിലീവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഡസ് ദ വേൾഡ് ലോങ് ഫോർ? വേൾഡ് എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്? പീസ് ആൻഡ് പീസ് മേക്കേഴ്സ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോകം എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. ഹൂ ആർ ദ ലോർഡ് റെഫേർഡ് ടു ആസ് ദ ലവേഴ്സ് ഓഫ് വയലൻസ്. ലവേഴ്സ് ഓഫ് വയലൻസ് ആയിട്ട് ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. The ignorant, the stupid, the inventors of atom bombs, the generals, the captains,
surgeons, the little soldiers, and are the lovers of violence. What is the fate of those who rebel against the lovers of violence? ലവേഴ്സ് ഓഫ് വയലൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ റിബൽ ചെയ്താൽ അയാളുടെ ആ ഒരു ഫെയ്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ആൻസറും ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. ഓൾ ദാറ്റ് ദേ ഫിയർ, ഓൾ ദാറ്റ് ദേ ഹെയ്റ്റ്, ഓൾ ഹു റിബൽ അഗെയിൻസ്റ്റ് ദം ക്യാൻ ബി സോ ഈസിലി എൻഡഡ്. ഈ ഒരു എസ്സേ ബേസ് ചെയ്തിട്ട് കുറച്ചൊരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.